എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനെപ്പോഴും പ്ലാന്റിനെ പറ്റി പറഞ്ഞല്ലോ. ഇന്ന് പറയുന്നത് കറ്റാർ വാഴയെ കുറിച്ചാണ്. കറ്റാർ വാഴ ബ്യൂട്ടി ജെല്ലാണ്, ഓർണമെൻ്റൽ പ്ലാന്റാണ്, മെഡിസിനലാണ്, വളരെ ഔഷധ ഗുണമുള്ളതാണ്, വളർത്താൻ എളുപ്പമാണ്. ഇപ്പോൾ കുറച്ച് നല്ല നല്ല പ്ലാന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അലോവേര, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുമല്ലോ. ധാരാളം നല്ല നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. അലോവേര കൊണ്ട് നമുക്ക് പ്രായം ആകാതിരിക്കുന്നു, അതായത് പ്രായമാകുന്നത് അറിയില്ല, ആ സൈൻ ഉണ്ടാകും. ഇപ്പം മുഖത്ത് ചുളിവുകൾ, വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറഞ്ഞു കിട്ടും. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര നല്ല ഒരു ചെടിയാണ് കറ്റാർ വാഴ എന്ന് പറയുമ്പോൾ. വാഴ എന്ന് കേൾക്കുമ്പോൾ ഒരു വാഴ പോലെയൊക്കെ ഇരിക്കുന്ന തോന്നൂല്ലേ? പക്ഷേ ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഒരു പ്രത്യേകതയല്ലേ? നമ്മൾ സാധാരണ പോലെ അല്ല, ഇങ്ങനെ നീണ്ട് അരികൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതിന്. സാൻസിവേറിയൊക്കെ പോലെ തന്നെയുള്ള ഒരു ചെടിയാണ് കറ്റാർ വാഴ. ഔഷധ ഗുണമുള്ളതാണെങ്കിലും ഇതായിട്ടുള്ളവരെല്ലാം കഴിക്കുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. അത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിന് അലർജി ഉണ്ടാകാറുണ്ട്, സ്കിന്നിന് പുറമേ തേക്കെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലവർക്കൊക്കെ ഇതിന് അലർജി വരാറുണ്ട്, അത് നോക്കുക. അതിനൊക്കെ വേറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കുത്തി വെക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതെല്ലാം അങ്ങോട്ട് പോകും. കുറച്ച് വെള്ളം, ജ്യൂസ് പോലെയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് എടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഗാർഡൻ പ്ലാന്റ് കൂടിയാണ്, ഞാനത് പറഞ്ഞു എന്തോ ഓർക്കുന്നില്ല. പിന്നെ അലോവേരയുടെ പൗഡറൊക്കെ ഉണ്ട്. ഈ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അത് താളി പോലെയൊക്കെ ആക്കിയിട്ട് മുടിയിൽ ഷാമ്പു പോലെ നല്ല ജെല്ലൊക്കെ നല്ല ഒരു പ്രത്യേകതയാണ്, അത് ഇട്ട് കുളിക്കാം. അപ്പോൾ മുടി നല്ലപോലെ വളരും, കറുക്കുകയും ചെയ്യും, നല്ല ക്ലീനാവും. നാച്ചുറൽ ക്ലെൻസറാണ്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുക നിങ്ങൾ. നല്ല ഒരു ഔഷധ ചെടിയാണത്. സക്കുലൻറ്റ് പ്ലാന്റാണ്. നമുക്ക് പല വിധത്തിൽ ഇത് ഉപയോഗിക്കാം. സാലഡായിട്ടെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ കയ്പുണ്ട് കേട്ടോ, ഒരു ചെറിയ കയ്പുണ്ട്. അതുപോലെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്, വെറും വയറ്റിലും അല്ലാതെയൊക്കെ. ഈ താരൻ, ഡാൻഡ്രഫൊക്കെ മാറും, ജട പിടിക്കില്ല, നമ്മൾ ഷാമ്പു ഇട്ട് കഴുകണ പോലെ തന്നെ ഇരിക്കും. ഈ കറ്റാർ വാഴ എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ടാകും, ചെടികൾ കാണാത്തവർ. അവർ കടകളിൽ നിന്നും പൗഡറെല്ലാം മേടിച്ചിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്, മുഖത്ത് പുരട്ടുന്നതൊക്കെ. പക്ഷെ നിങ്ങളൊരു ചെറിയ കറ്റാർ വാഴ വളർത്തുക, അല്ലെങ്കിൽ പച്ചമരുന്ന് കടയിൽ അത് മേടിക്കാൻ കിട്ടും അതിൻ്റെ തൈ, അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ കിട്ടും. തണ്ടോട് കൂടിയതുണ്ട്, തണ്ടില്ലാതെ ഇങ്ങനെ നിൽക്കുന്നതുണ്ട്. തണ്ടോട് കൂടിയത് ഞാനിവിടെ കാണിച്ചു, എന്തോ എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്. തണ്ടുള്ളതും തണ്ടില്ലാത്തതും ഒക്കെ ഉണ്ട്. കാണാനും നല്ല ഭംഗിയില്ല, വെള്ള സ്പോട്ട് ഒക്കെ ആയിട്ട് നല്ലൊരു രസമാണ് കാണാനായിട്ട്. പൂക്കളും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അതെപ്പോഴും പൂ ഉണ്ടാവില്ല, അത് ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ്, നമുക്ക് അത്ഭുതം തോന്നും. അത് സാൻസിവേറിയക്കും അതെ, ഒരു കമ്പിങ്ങനെ വന്നിട്ട് അതിൽ പൂ ഉണ്ടാവും. ഈ ഇനത്തിൽപ്പെട്ട മിക്കതിനും അങ്ങനെ തന്നെയാണ്. അരികിലൊക്കെ ഇതിൻ്റെ മുള്ളു പോലെയുണ്ട്. ഈ കറ്റാർ വാഴയുടെ ഈ വാളിൻ്റെയൊക്കെ അരികു കണ്ടിട്ടില്ലേ? അർക്കവാളൊക്കെ ഉണ്ടോ ഇപ്പോൾ? അർക്കവാളിൻ്റെ അരികിൽ ഇരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നത് മുള്ളുണ്ട്.
ഇലകളിൽ ധാരാളം ജലാംശമുണ്ട്. ജെല്ലാണ് നിറച്ച്. അതൊക്കെ ഒറിജിനൽ ജെല്ല് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലത്, ഉപയോഗിക്കുന്നത് നല്ലത്. കടകളിലെല്ലാം മേടിക്കാൻ കിട്ടും, ഇതിൻ്റെ ജെല്ല് കിട്ടും, പേസ്റ്റ് കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ നമുക്ക് വീട്ടിൽ നട്ടു വളർത്താമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതി. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ 2 സൈഡും അങ്ങോട്ട് അരിഞ്ഞ് കളഞ്ഞിട്ട് ഈ ഇത് മുറിച്ചെടുത്തിട്ട് ഈ തോട് മാറ്റണം. തോട് മാറ്റിയിട്ട് ജെല്ല് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ടടിച്ച് നാരങ്ങ നീരും ഉപ്പും ചേർത്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ കയ്പൊന്നും അറിയില്ല. വളരെ ഫലപ്രദമായതാണ്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. നമ്മളെല്ലാം നിസ്സാരമായിട്ട് എടുക്കൂലേ. പക്ഷേ ഇതിപ്പോൾ ലേഡീസിനെല്ലാം അറിയാം, പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് സൗന്ദര്യവർദ്ധക സാധനമാണെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ഇരിക്കും എന്താണെന്നൊന്നും അറിഞ്ഞൂടല്ലോ. റെഡിമെയ്ഡ് മേടിച്ച് ഉപയോഗിക്കുകയല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇത് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന, അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് വളർത്താം. ഇത് തണ്ടുള്ളതാണത്, വളഞ്ഞൊക്കെ ഇരിക്കെ. അപ്പോൾ നിങ്ങൾ നട്ടു വളർത്തുക. നട്ടു വളർത്തുമ്പോൾ ഇതിൽ നിന്നും ജെല്ലെടുക്കാം, തലയിലൊക്കെ തേച്ച് കുളിക്കാം. നാരങ്ങ നീരും ഉപ്പും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കയ്പറിയില്ല. മുടി കറുക്കുന്നതിന് നല്ലതാണ്. കറ്റാർവാഴയുടെ എണ്ണ എന്നൊക്കെ പറഞ്ഞ് കടകളിൽ കാണാറുണ്ട്, മുടി കറുക്കുന്നതിന് എന്ന് പറഞ്ഞ്. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോഴേക്കും എല്ലാവരും അത് മേടിച്ച് ചെയ്യും. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ മടിയാണ്. ഇതൊക്കെ വീട്ടിൽ നട്ടു വളർത്തുക, പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങുക. അപ്പോൾ നമുക്കൊരുവിധ ആരോഗ്യങ്ങളൊക്കെ ഉണ്ടാകും, മുടിയുണ്ടാകും, സൗന്ദര്യം ഉണ്ടാകും, മുഖത്തൊക്കെ നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ടാകും. പുരട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മുഖക്കുരു മാറും, ചുളിവുകളങ്ങനെ വരില്ല. കറ്റാർവാഴ കൊണ്ട് സോപ്പും ഉണ്ട്, സോപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു നല്ല ഒരു ഔഷധച്ചെടിയാണ് കറ്റാർവാഴ. നിങ്ങളെല്ലാവരും നിർബന്ധമായും ഒരു കറ്റാർവാഴ നട്ടു വളർത്തുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ. ഗാർഡൻ പ്ലാന്റായിട്ട് നിൽക്കട്ടെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലയിലോ എവിടെയെങ്കിലും മുള്ളൊക്കെ ഉണ്ടല്ലോ കുറച്ച് അരികിൽ, അത് കൊള്ളാതിരിക്കാൻ നല്ലത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.